നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ചിത്രം, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു വായന, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വായനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ മതിയാകും, വിളിക്കേണ്ട ആവശ്യമില്ല. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെന്നാൽ, നമുക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായത്തോടു കൂടി ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി വിദേശത്തായിരിക്കാം, നിങ്ങൾ നാട്ടിലും ആയിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് വെച്ചായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത്. നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്, നിങ്ങളുമായി ദൂരേക്ക് എവിടേക്കെങ്കിലും നടന്നു നീങ്ങാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് ഈ വ്യക്തിക്ക് കൊണ്ടുപോകാൻ, വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രധാനമായും ലഭിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഈ വ്യക്തി അത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകണം, നിങ്ങളോട് അത്തരത്തിലുള്ള ഒരാഗ്രഹം ഉന്നയിച്ചിട്ടുണ്ടാകണം, നിങ്ങളോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള ഒരു തടസ്സങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ഭാര്യാഭർത്തൃ ബന്ധമാണ് നിങ്ങളുടേത് എങ്കിൽ ഇവിടെ ശക്തമായിട്ടുള്ള മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കാം. ചെറിയ രീതിയിലുള്ള ഒരു കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും കാര്യത്തിലല്ല, ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ടാകണം, നിങ്ങളത് മനസ്സിലാക്കിയിട്ടും ഉണ്ടാകണം. ഇനിയിപ്പോൾ കമിതാക്കളാണെങ്കിൽ പോലും ഈ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയുമായി വിവാഹം ചെയ്യുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സാഹചര്യമായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹത്തെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കമിതാക്കളുടേതായാലും ഭാര്യ ഭർത്തൃ ബന്ധമായാലും മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഊർജം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു കാലാവധി തീരാൻ പോകുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങളോ മോശപ്പെട്ട നെഗറ്റീവ് ഊർജങ്ങളോ നിങ്ങളെ ബാധിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് കണ്ണായിക്കോട്ടെ, കൈകൾ കാലുകൾ മുഴുവനും കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പരമാവധി ശത്രുക്കൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു അഗാധമായ സ്നേഹം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ മുജ്ജന്മത്തിലും കമിതാക്കളായും ഭാര്യ ഭർത്താക്കന്മാരായും ചിലവഴിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പൂർവജന്മ ബന്ധം എന്നതുപോലെ വളരെ യാദൃശികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെയുള്ള ഒരു ജീവിതം ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. തീർച്ചയായിട്ടും ഈ വ്യക്തി കടൽ കടന്ന് എത്ര ദൂരത്ത് നിന്നായാൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരണം എന്ന് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഇരിക്കുന്നത്. പലതരത്തിലുള്ള പ്രയത്നങ്ങളും ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. 100% കാര്യങ്ങളിൽ 20-30% കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ വെട്ടിത്തുറന്ന് ഈ വ്യക്തി പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല കരുക്കൾ നീക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ വ്യക്തി ഇത്രയും അതിരുകളും ഇത്രയും ദൂരങ്ങൾ സഞ്ചരിച്ച് ഇത്രയും അകൽച്ച കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത എന്തായാലും ഈ വ്യക്തിയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടാകാം. അത് കുടുംബാംഗങ്ങളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, മറ്റ് അനാവശ്യമായി നെഗറ്റീവായി പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും ആകാം. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുടെ നടുക്ക് നിന്നുകൊണ്ടാണ് ഈ വ്യക്തി പൊരുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി. കല്യാണം തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടി വരുന്നത്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ചിന്തകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞതായി നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിവെച്ചോളൂ. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ സാധിക്കില്ല. നിങ്ങളുമായുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വാശിയും കൂടിയാണ്, സ്നേഹത്തോടു കൂടിയുള്ള വാശിയാണ്. അതൊരു നിർബന്ധകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശിയേറിയ മനസ്സ്, ഒരു വിജയത്തിൻ്റെ ചിന്താഗതി, ആ ഒരു ലക്ഷ്യം, അത് വളരെയധികം ദൃഢമായിട്ടുള്ള ലക്ഷ്യം, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ബന്ധത്തെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് വേറെയും വിവാഹാലോചനകൾ വരുന്നുണ്ടാകാം. അതെല്ലാം ഈ വ്യക്തി തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഓഫ് വാണ്ട്സ് ആണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിന് ആ ഒരു തക്ക സമയം നോക്കിയാണ് ഈ വ്യക്തി അതെല്ലാം നിൽക്കുന്നത്. തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സർവ്വദൈവങ്ങളെയും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രപഞ്ചശക്തിയിലും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർച്ചകൾ, വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങളെ രണ്ടുപേരെയും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള വ്യക്തികളുമായി ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ പൂർവാധികം ശക്തി വീണ്ടെടുക്കുക എന്നുള്ളത് ഈ വ്യക്തിക്ക് പ്രധാനമാണ്. പലതരത്തിലുള്ള കർമ്മങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്.
ഈ വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും അശുദ്ധി പോലെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൈവിഷബാധ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി അത് മാറ്റിയെടുക്കാൻ പലതരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകളും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള വായനകൾ നിരന്തരമായി കാണാനായി ശ്രമിക്കുക. ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ഒരു രീതിയാണ്. എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കൊണ്ടുതരുന്നതെന്ന് നമുക്കാർക്കും പറയാനായി സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് നിരന്തരമായി കാണാനായി ശ്രമിക്കുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം എന്നും പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വായനയിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.